കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് ഇനി ഏകദേശം 1 കൊല്ലം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെയും 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും അതിനിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ പലതരത്തിലുമുള്ള പ്രചരണ പരിപാടികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള പല ചർച്ചകളുമൊക്കെ തന്നെ പാർട്ടികൾക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പൾസ് അറിയാനായിട്ടുള്ള ഒരു നെട്ടോട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പാർട്ടികളെല്ലാം തന്നെ, പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് LDF ആയാലും UDF ആയാലും BJP ആയാലും. ഇതിനിടയിൽ തന്നെ വരുന്ന ചില സർവേ ഫലങ്ങൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. ആർക്കൊപ്പമായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ള രീതിയിലുള്ള വലിയ തോതിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കണക്കുകളൊക്കെ തന്നെയാണ് പല സർവേ റിസൾട്ടുകളും പുറത്തുവിടുന്നത് തന്നെ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സർവേ കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഈ സർവേ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പലതരത്തിലുള്ള വമ്പൻ ട്വിസ്റ്റുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സമയം കളയാതെ നമുക്ക് ആ സർവേ റിസൾട്ട് ഏത് തരത്തിലാണെന്ന് നോക്കാം. ഈ സർവേ ഫലം വെച്ച് നോക്കുമ്പോഴത്തേക്കും കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFന് എത്ര സീറ്റ് കിട്ടും, UDFന് എത്ര സീറ്റ് കിട്ടും, BJPക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ള തരത്തിലുള്ള കണക്ക് ഈ വന്നിരിക്കുന്ന സർവേ പ്രകാരമാണെങ്കിൽ കേരളത്തിൽ വരുന്ന 2026 UDF അധികാരത്തിൽ വരാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. സീറ്റിൻ്റെ കണക്ക് പറയുമ്പോഴത്തേക്കും 77 സീറ്റുകളാണ് ഇതിൽ പറയുന്നത്. അതേസമയം LDFിലേക്ക് വരുമ്പോഴത്തേക്കും 60 സീറ്റുകൾ പറയുന്നുണ്ട് ഈ കണക്ക് പ്രകാരമാണെങ്കിൽ. BJPയിലേക്ക് വരുമ്പോഴത്തേക്കും BJPക്ക് 3 സീറ്റുകളോളം കേരളത്തിൽ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലും ഈ സർവേ ഫലം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 77 സീറ്റുകളുമായിട്ട് UDFന് ഒരു മേൽക്കൈ തന്നെയാണ് ഈ സർവേ ഫലം വ്യക്തമാക്കിയിരിക്കുന്നതെന്ന് പറയാം. പക്ഷേ എങ്കിൽ പോലും തൊട്ടു പിന്നിലായി നിൽക്കുന്ന LDFനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലോട്ട് പോകുന്നില്ല. 60 സീറ്റുകളോളം അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നതും. BJPക്കാണെങ്കിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല 3 സീറ്റുകളോളം അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലും ഈ കണക്ക് വ്യക്തമാക്കുന്നു. ഈ സർവേ ഫലം ശരിക്കും UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായിട്ടുള്ള സർവേ ഫലമാണെങ്കിൽ പോലും ഇത് ഒരു തരത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സർവേ ഫലവും അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു നേട്ടമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സർവേ ഫലവുമല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം 77 സീറ്റുകളാണ് UDFന് പറഞ്ഞിരിക്കുന്നത് തന്നെ. അവർക്ക് ഒരു തരംഗം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ക്ലീൻ വിക്ടറി ഒന്നും തന്നെ സർവേ പറയുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അതായത് 100 സീറ്റുകളോ അല്ലെങ്കിൽ 100 അടുപ്പിച്ച് സീറ്റുകളോ ഒന്നും തന്നെ പറയുന്നില്ല. അതേസമയം LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണത്തിൽ വരാനായിട്ടുള്ള സാധ്യത കുറവായിട്ട് കാണപ്പെടുന്നു എങ്കിൽ പോലും അവർക്ക് സീറ്റുകളുടെ കാര്യത്തിൽ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് സർവേ കൊടുക്കുന്നില്ല. അതായത് ഏകദേശം ഒരു 60 സീറ്റുകളോളമെങ്കിലും LDFന് നേടാൻ സാധിക്കുമെന്ന തരത്തിൽ തന്നെയാണ് സർവേ വ്യക്തമാക്കുന്നതെന്ന് പറയുന്നത്. BJPക്കാണെങ്കിൽ 3 സീറ്റുകളോളം കൊടുക്കുന്നുമുണ്ട്. അവിടെയും ഒരു ട്വിസ്റ്റ് നിലനിൽക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു തരത്തിൽ റിസൾട്ട് വരുന്നതെങ്കിൽ തന്നെയും അവിടെയും പലതരത്തിലുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എങ്കിൽ പോലും ഒരു നേരിയ തോതിൽ ഒരു മുൻതൂക്കം തീർച്ചയായിട്ടും ഭരണത്തിൽ വരാനായിട്ട് UDFന് തന്നെയാണ് പല സർവേ ഫലങ്ങളും കൊടുക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഈ പറയുന്ന തരത്തിൽ സർവേ ഫലങ്ങൾ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലോട്ടുള്ള റിസൾട്ടുകൾ വരാമെന്നുള്ളതും വാസ്തവം തന്നെയാണ്. കാരണം കേരളത്തിൽ എന്ത് തരത്തിലുള്ള അട്ടിമറികൾ നടക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതിന് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് LDFനെ സംബന്ധിച്ചിടത്തോളമായാലും UDFനെ സംബന്ധിച്ചിടത്തോളമായാലും BJPയെ സംബന്ധിച്ചിടത്തോളമായാലും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ അതിനിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. UDFനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ 2 തവണയും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി, ആ പാർട്ടിക്ക് 3ാമത്തെ തവണയും കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധിച്ചില്ലെങ്കിൽ അത് പിന്നെ ഒരു വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വാസ്തവമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവർ തുടരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. അവർക്ക് ഈ ഒരു പ്രാവശ്യം കാലിടറിയാൽ, ഈ ഒരു പ്രാവശ്യം ഭരണത്തിൽ വരാതായി മാറിക്കഴിഞ്ഞാൽ അത് തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവർക്ക് ഒരു സ്ഥലത്തും ഭരണമില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും. BJPയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ BJPക്ക് കേരളത്തിൽ നിലവിൽ അക്കൗണ്ട് ഒന്നുമില്ല, തുറന്നിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. തുറന്ന ഒരു അക്കൗണ്ട്
അടച്ചുപോയി എന്നുള്ളതും വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും വീണ്ടും ആ അക്കൗണ്ട് തുറക്കുകയും ഒന്നിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുത്ത് കേരളത്തിൽ ഒരു നിർണായക ശക്തിയായി മാറുക എന്നുള്ളതും BJP സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ളൊരു ഘട്ടം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ പലതരത്തിലുമുള്ള അട്ടിമറികളും പലതരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളും നടക്കാനായിട്ടുള്ള സാധ്യതകൾ ഏറെ കൂടുതൽ തന്നെയാണ് 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം. UDF സീറ്റുകൾ അട്ടിമറിക്കാനായിട്ട് BJPയും അതോടൊപ്പം തന്നെ LDFും ഒരുപോലെ ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെയാണ് LDF സീറ്റുകളായാലും BJP സീറ്റുകളായാലും അട്ടിമറിക്കാനായിട്ട് UDF ഒരുപോലെ ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ LDF ഏത് വഞ്ചിയിൽ കാലുകുത്തുമെന്നുള്ളതും ഏത് തരത്തിലായിരിക്കും അവരുടെ ഇത്തവണത്തെ ഒരു നീക്കം എന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ഒരു കാര്യം വ്യക്തമാണ്, LDFിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഒരു നേട്ടമുണ്ടാകണമെങ്കിൽ UDFിനെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തണമെങ്കിൽ അതിന് BJP വോട്ടുകൾ കനിയണമെന്ന കാര്യത്തിൽ സംശയമില്ല. പല തോതിൽ പല സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുമുള്ള ട്വിസ്റ്റുകൾ അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും UDFിൻ്റെ ഈ ഒരു മേൽക്കൈ തകർക്കാനായിട്ട് LDFിന് എത്രത്തോളം സാധിക്കുമെന്നുള്ളത് ഏറെ വലിയൊരു ചോദ്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിലവിലത്തെ സർവേ റിസൾട്ട് അനുസരിച്ചാണെങ്കിൽ UDFിന് 77 സീറ്റും LDFിന് 60 സീറ്റും BJPക്ക് 3 സീറ്റും എന്നുള്ള കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഏകദേശം 1 കൊല്ലത്തോളം ബാക്കിയുണ്ട്. ഈ 1 കൊല്ലത്തിനുള്ളിൽ പലതരത്തിലുള്ള അട്ടിമറികൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്ത് തരം ട്വിസ്റ്റുകൾ സംഭവിക്കും, അതോടൊപ്പം തന്നെ 3 പാർട്ടികൾക്കിടയിലും എന്ത് തരത്തിലുള്ള ഡീലിംഗ്സ് ഉണ്ടാകും എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.